Hello everyone, welcome to Disha Academy. അപ്പോൾ നമ്മുടെ സ്പീഡ് മാത്സിന്റെ ക്ലാസ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്ലാസ് 1 കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് 1 കാണാൻ കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് ഒക്കെ നമ്മൾ അതിൽ പഠിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് 2 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തി ഇവിടെയായിരുന്നു 125ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് തന്നെയായിരുന്നു. 125നെ 8ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 1000 ആണ്. 125 into 8 1000 ആണ്. അതുകൊണ്ട് തന്നെ 125 into 32 അല്ലെങ്കിൽ 125 into ഒരു നമ്പർ ചെയ്യാൻ തരുവാണെങ്കിൽ അത് 8ന്റെ മൾട്ടിപ്പിൾ ആണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? 32 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ട 125നെ. 32നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ആണ്. സോ 125 into 32 എന്ന് പറയുന്നത് 4000 ആണ് അല്ലെ. 32നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഇൻറ്റു 1000 ചെയ്താൽ മതി. സോ 4000 ആണ്. ഒരു ക്വസ്റ്റിനോട് നമുക്ക് 125ന്റെ ചെയ്യാം. 125 into 72 ആണ്. 72നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ആണ്. സോ ഇതിന്റെ ആൻസർ 9000 ആണ്. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 25ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് കൂടെ പറഞ്ഞിരുന്നു. 25 ആണ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതെങ്കിൽ 25ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് 48 ആണ്. 48ന്റെ ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. 48 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 12 ആണ്. സോ 12 എഴുതിയിട്ട് 2 0 എഴുതിയാൽ മതി. അപ്പൊ 125 ആണെങ്കിൽ കൂടുള്ളതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 0 കൊടുക്കാം. 25 ആണെങ്കിൽ കൂടെ ഉള്ളതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 0 കൊടുക്കുക. അപ്പൊ ഇത് ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത് 37ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ആണ്. 37ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ആണ്. 37 into 9. 37 into 9. 37ന്റെ കൂടെ ഉള്ള നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9/3 എത്രയാണ്? 3 അല്ലേ. സോ നമ്മുടെ ഇതിന്റെ ആൻസർ 333 എഴുതിയാൽ മതി. 333. മനസ്സിലായോ? 37ന്റെ കൂടെ ഉള്ളത് ഒരു 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയാൽ മതി. മനസ്സിലായോ? അതായത് 37 into 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അല്ലേ. സോ 1 1 1. അതാണ് ഇതിന്റെ പിറകിലുള്ള പ്രിൻസിപ്പിൾ. അതാണ് കേട്ടോ. 37 into 3 എന്ന് പറയുന്നത് 111 ആണ്. 37 into 3 എന്ന് പറയുന്നത് 111 ആണ്. അപ്പൊ 37 into 3 into 3 ആണെങ്കിൽ എന്ത് വരും? ഇത് 111 ആയതുകൊണ്ട് അതിനെ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 333. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്താൽ മതി? കൂടെ ഉള്ളതിന്റെ 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 37 into 3 111 ആയതുകൊണ്ട് ബാക്കി ഇപ്പൊ 9 ആണുള്ളെങ്കിൽ 999 വരും. 5 ആണുള്ളെങ്കിൽ 555 വരും. എക്സാമ്പിൾ 37 into 15 അപ്പൊ എന്ത് വരും? 15/3 ചെയ്ത 5 അല്ലേ. സോ 555 എഴുതിയാൽ മതി അല്ലെ. സോ നമ്മുടെ ബാങ്ക് എക്സാം അല്ലെങ്കിൽ SSC റെയിൽവേ എക്സാംസിന് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദിശയുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് SSC എക്സാംസ് അത് തന്നെ CHSL ഉണ്ട്, GD ഉണ്ട്, RRB എക്സാംസ് ഉണ്ട്, റെയിൽവേ എക്സാംസ്, ബാങ്ക് എക്സാംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സ്ക്രീനിലുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് വന്ന് പഠിക്കേണ്ടെങ്കിൽ നമുക്ക് കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ആണ് നമ്മുടെ ബ്രാഞ്ചസ് ഉള്ളത്. അതിലെവിടെയെങ്കിലും നിങ്ങൾക്ക് വന്ന് പഠിക്കാവുന്നതാണ്. നമ്മുടെ ബാങ്കിന്റെ കോഴ്സസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. May 26th സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ സ്പെഷ്യൽ ബാങ്ക് എക്സാം ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. SBI PO ക്ലർക്ക്, IBPS PO ആൻഡ് ക്ലർക്ക്, RRB PO ആൻഡ് ക്ലർക്ക്, ഇൻഷുറൻസ് എക്സാംസ്, നബാർഡ്, RBI എക്സാംസുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര ബ്രാഞ്ചുകളിലാണ്. ട്രിവാൻഡ്രത്തുണ്ട്, കൊല്ലമുണ്ട്, കൊട്ടാരക്കരയുണ്ട്. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് ഉണ്ട്. കറസ്പോണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്താൽ മതി. ബാങ്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ. നമ്മുടെ ബാങ്ക് ക്ലാസ്സുകളുടെ ഒരു പ്രത്യേകത വെച്ചാൽ പക്ക ഒരു കരിക്കുലം ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അതായത് പ്രിലിംസ് പ്ലസ് മെയിൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അതായത് പ്രിലിംസ് മാത്രമാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും പാസ്സാവും. പക്ഷെ മെയിൻസ് ക്ലിയർ ആവുന്നത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ 6 months കോഴ്സ് ആണ് നമ്മുടെ 6 months പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെയെങ്കിൽ അതിൽ 3 months കൊണ്ട് നമ്മുടെ പ്രിലിംസിന്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് 3 months മെയിൻസ് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷൻസ് ആയിരിക്കും. അങ്ങനെ 6 months നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ബാക്കി മോക്ക് ടെസ്റ്റുകൾ എഴുതി. മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. വേറെ ആപ്പിനൊന്നും ഡിപ്പെൻഡ് ചെയ്യണം. നമ്മുടെ ദിശയുടെ ആപ്പ് വഴി തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സെക്ഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു 6 months എങ്ങനെ നമ്മുടെ ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യാം ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കരിക്കുലമാണ് നമുക്കുള്ളത്. നിങ്ങൾക്ക് ഓഫ്ലൈൻ സെന്ററിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ കരിക്കുലംസ് ഒക്കെ കാണാൻ പറ്റും. വന്ന് നോക്കുക. എന്നിട്ട് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് എന്ന് പറഞ്ഞാൽ
37 into 21 ആണ്. 37 into 21 പറഞ്ഞേ 37 into 21 ആണ്. 37 ആണെങ്കിൽ എന്ത് ചെയ്യണം? 21/3 എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 777 കിട്ടും അല്ലെ? 777 കിട്ടും. അപ്പൊ ആ ട്രിക്ക് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനകത്ത് വരുന്നത് തന്നെയാണ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ 15ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 15 into 15. അപ്പൊ സ്ക്വയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രിക്സ് പഠിക്കാം. മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സിൽ തന്നെ നമുക്ക് ഇനി സ്ക്വയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രിക്സ് പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് 37ന്റെ. ഇത് കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. 37 into 27. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. സ്പീഡ് മാത്സ് ആണ്. സ്പീഡിൽ തന്നെ പഠിച്ചോ. പെട്ടെന്ന് ആൻസർ പറയാനായിട്ട് ട്രൈ ചെയ്യണം. 37 into 27 എന്ന് പറഞ്ഞാൽ 27 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 9 ആണ്. സോ 999 ആണ് അല്ലെ? 9 into 3 അല്ലേ 27. സോ 999 കൊടുത്താൽ പോരെ? ഓക്കെ അല്ലേ? അടുത്ത സ്ക്വയേഴ്സ് ആണ്. 15 സ്ക്വയർ, 15ന്റെ സ്ക്വയർ. 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. 5ൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ സ്ക്വയർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 5ൽ അവസാനിക്കുന്ന നമ്പറിന്റെ കൂടുള്ള നമ്പറിന് നോക്കുക. 1 അല്ലേ ഇവിടെ കൂടുള്ള? 15 എന്ന് പറയുമ്പോൾ 1 ഉം 5 ആണ്. സോ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആണ്. സോ 1ന്റെ കൂടെ അതിന്റെ നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം. 1ന്റെ കൂടെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 1ന്റെ നെക്സ്റ്റ് നമ്പർ ഏതാ? 1ന്റെ നെക്സ്റ്റ് നമ്പർ 2 അല്ലേ? സോ 1 into 2 2 എഴുതുക. എന്നിട്ട് 25 എഴുതുക. സോ 225 ആണ്. 15ന്റെ സ്ക്വയർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 എഴുതുക, 25. അപ്പൊ 25ന്റെ സ്ക്വയർ ആണെന്നെങ്കിലോ? 25ന്റെ സ്ക്വയർ ആണെന്നെങ്കിലോ? 5 എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 2ന്റെ നെക്സ്റ്റ് നമ്പർ, 2ന്റെ നെക്സ്റ്റ് നമ്പർ ഏതാ? 3 ആണ്. 2ന്റെ നെക്സ്റ്റ് നമ്പർ 3 ആണ്. അപ്പൊ 6 ആണ്. 2 into 3 6 ആണ്. 2ന്റെ നെക്സ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 3 6 ആണ്. then 25 എഴുതാം. 625. 625. അടുത്ത 35ന്റെ സ്ക്വയർ ആണ്. 35ന്റെ സ്ക്വയർ ആണ്. 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്താ? നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ടാണ് സ്പീഡ് മാത്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് 1 ക്ലാസ് 2 എന്നുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ദിശയുടെ ബാങ്കിങ് ചാനലിലും അവൈലബിൾ ആയിരിക്കും. സോ ബാങ്ക് എക്സാം ഫോക്കസ് ചെയ്യുന്നവർ ബാങ്കിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിശ ബാങ്കിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. 35ന്റെ സ്ക്വയർ, 35ന്റെ സ്ക്വയർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? 3യുടെ കൂടെ 3യുടെ നെക്സ്റ്റ് നമ്പർ 4 മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 4 12 ആണ്. 12 25 എന്ന് വരും. അപ്പൊ 45ന്റെ സ്ക്വയർ ആണെങ്കിലോ 4ന്റെ കൂടെ നെക്സ്റ്റ് നമ്പർ 5 മൾട്ടിപ്ലൈ ചെയ്യുക. 20 ആണ്. 25 എഴുതുക. 55ന്റെ സ്ക്വയർ ആണെങ്കിലോ 5ന്റെ കൂടെ അതിന്റെ നെക്സ്റ്റ് നമ്പർ ആയ 6 മൾട്ടിപ്ലൈ ചെയ്യുക. 5ന്റെ കൂടെ അതിന്റെ സ്ക്വയർ ആയ 6 മൾട്ടിപ്ലൈ ചെയ്യുക. 30 25. അപ്പൊ 35ന്റെ സ്ക്വയർ എന്താണ്? 3യുടെ കൂടെ നെക്സ്റ്റ് നമ്പർ ആയ 4 മൾട്ടിപ്ലൈ ചെയ്യുക. 12 വരും. then 25 എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ സ്ക്വയേഴ്സ് 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്തോളൂല്ലോ. അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് നമ്മൾ പഠിച്ചു അല്ലെ? 65ന്റെ സ്ക്വയർ കൂടെ ഒന്ന് നോക്കേ. 6 into 7 42. then ഒരു 25. പ്രശ്നമൊന്നുമില്ലല്ലോ. 6 into നെക്സ്റ്റ് നമ്പർ 7 എടുത്തു. 42 25. ഇനി 5ൽ അല്ലാത്ത എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആണെങ്കിൽ 5ൽ അല്ലാതെ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് കൂടെ പഠിക്കാം. 46ന്റെ സ്ക്വയർ, 46ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? എന്തായാലും ഇങ്ങനെ ചെയ്യാനാണ് ഒരുപാട് ടൈം എടുക്കും അല്ലെ? അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ശ്രദ്ധിക്കാം. 46ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 46 അല്ലെ? ഫസ്റ്റ് നമ്പർ 4 അല്ലേ? 4ന്റെ സ്ക്വയർ എത്രയാണ്? 4ന്റെ സ്ക്വയർ 16 ആണ്. ഓക്കെ. 6ന്റെ സ്ക്വയർ എന്താണ്? 6ന്റെ സ്ക്വയർ 36 ആണ്. എന്ത് എഴുതി? 4ന്റെ സ്ക്വയർ എഴുതി, 6ന്റെ സ്ക്വയർ എഴുതി. എന്താ ചെയ്തത്? 4ന്റെ സ്ക്വയർ എഴുതി, 6ന്റെ സ്ക്വയർ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 4 into 6 into 2 ചെയ്യണം. മനസ്സിലായോ? അപ്പൊ 2 into 6 12 ആണ്. 12 into 4 48 ആണ്. എന്താ ചെയ്ത്? 4 into 6 into 2 ചെയ്തു. അത് എത്രയാണ്? 48 ആണ്. ഈ 48നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് എഴുതണം. 6ന്റെ നേരെ താഴെ എഴുതരുത്. 6 അങ്ങോട്ട് മാറ്റിയിട്ട് വേണം എഴുതാൻ. മനസ്സിലായോ? 6ന്റെ നേരെ താഴെ എടുത്ത് എഴുതി വെക്കല്. 6 അങ്ങോട്ട് മാറ്റിയിട്ട് വേണം 48 എഴുതാൻ. ഇനി ആഡ് ചെയ്തേ 6 കിട്ടും. കണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതരുതെന്ന് ഞാൻ പറഞ്ഞത്. സോ 6 വന്ന് താഴെ വരണം. ഇനി 8 plus 3 11 ആണ്. 1 റിമൈൻഡർ ഉണ്ട്. 6 plus 4 10. ആ റിമൈൻഡർ കൂടെ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും 11. then 2116.
മനസ്സിലായോ? അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ 46 into 46 ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും 36 3 27 then 24 18 then ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത്രയും സമയം എടുക്കും. ഇതാവുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ ഇത് കൂടുതൽ ഫാസ്റ്റ് ആവും. 46ന്റെ സ്ക്വയർ ആണ് എന്ത് ചെയ്താൽ മതി? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 56ന്റെ സ്ക്വയർ ആയിരുന്നു, അപ്പൊ എന്ത് ചെയ്യും? 56ന്റെ സ്ക്വയർ ആണെങ്കിൽ 25 എഴുതും, 36 എഴുതും. 5 into 6 30 ആണ്, 30യുടെ ഡബിൾ 60 ആണ് അല്ലെ? 5 into 6 30 ആണ്, 30യുടെ ഡബിൾ 60 ആണ്. അതായത് 5 into 6 into 2 ആണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? 60 ആണ്. ഒരു ഡിജിറ്റ് മാറ്റി എഴുതാൻ ശ്രദ്ധിക്കണം. ഒരു ഡിജിറ്റ് മാറ്റി ഇങ്ങോട്ട് എഴുതണം. 6 3 1 300 sorry 3130 3130. ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 64ന്റെ സ്ക്വയർ. 64ന്റെ സ്ക്വയർ. 64ന്റെ സ്ക്വയർ ഇതുപോലെ എങ്ങനെ എഴുതാം? 6ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, then 6ഉം 4ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം അല്ലെ? ഒന്ന് ചെയ്ത് നോക്കിയേ, എത്ര കിട്ടിയ ആൻസർ? ചെയ്ത് കഴിഞ്ഞോ? 6ന്റെ സ്ക്വയർ 36 എഴുതി, 4ന്റെ സ്ക്വയർ 16 എഴുതി, 6 into 4 into 2 48 ആണ്. 6 മാറ്റിയിട്ട് വേണം എഴുതാൻ, ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, സോ 6 8 plus 1 9 6 plus 4 10 3 plus 1 4 4090. ഒരു ഡിജിറ്റ് മാറ്റി എഴുതുന്ന കാര്യം മറന്നു പോകാണ്ടിരിക്കുക കേട്ടോ. അപ്പൊ 44ന്റെ സ്ക്വയർ എന്ത് വരും? 44ന്റെ സ്ക്വയർ എന്ത് വരും? 4ന്റെ സ്ക്വയർ 16, 4ന്റെ സ്ക്വയർ 16. 4 into 4 16, 16 into 2 32. 32 എഴുതുമ്പോൾ ഇവിടെ എഴുതരുത്, ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് 32 എഴുതാം. സോ 6 3 9 1. മനസ്സിലായോ? കിട്ടുന്നുണ്ടല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 32ന്റെ സ്ക്വയർ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ 44ന്റെ സ്ക്വയർ വന്നപ്പോ 2 ഡിജിറ്റ് ഉണ്ടായിരുന്നു. 4ന്റെ സ്ക്വയർ ആണെങ്കിലും 2 ഡിജിറ്റ് ഉണ്ടായിരുന്നു, അടുത്ത 4ന്റെ സ്ക്വയർ ആണെങ്കിലും 2 ഡിജിറ്റ് ഉണ്ടായിരുന്നു. 64ന്റെ സ്ക്വയർ എഴുതിയപ്പോഴും അതുപോലെ 6ന്റെ സ്ക്വയർ 36 2 ഡിജിറ്റ് ഉണ്ടായിരുന്നു, 4ന്റെ സ്ക്വയർ 16 2 ഡിജിറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ 2 ഡിജിറ്റ് വേണം. 2 ഡിജിറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഇനി നോക്കാനുള്ളത്. ഓക്കെ, സോ 32ന്റെ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം 3ന്റെ സ്ക്വയർ എഴുതണം, പക്ഷെ 2 ഡിജിറ്റ് വേണം. പിന്നെ 2ന്റെ സ്ക്വയർ എഴുതണം, 2 ഡിജിറ്റ് വേണം. പക്ഷെ 3യുടെ സ്ക്വയർ 9 അല്ലേ? അപ്പൊ നമ്മൾ 09 എന്ന് കൊടുക്കണം. മനസ്സിലായോ? 2 ഡിജിറ്റ് എഴുതാനായിട്ട് 09 എന്ന് കൊടുക്കണം. 2ന്റെ സ്ക്വയർ 4 അല്ലേ? അപ്പൊ എന്ത് കൊടുക്കുമായിരിക്കും? 4 എന്ന് മാത്രം എഴുതാൻ പറ്റില്ല, 04 എന്ന് എഴുതണം. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ എന്താണ് 32ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 3യുടെ സ്ക്വയർ 09 എഴുതി, 2ന്റെ സ്ക്വയർ 04 എഴുതി. ഇനി 3 into 2 into 2. 3 into 2 6, 6 into 2 12. ഒരു ഡിജിറ്റ് മാറ്റി 12 എഴുതി, ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് 12 എഴുതി. സോ 4 2 10 1024. 1024 എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം. ഇതുപോലെ 0 എഴുതേണ്ട കേസ് ഒരെണ്ണം കൂടെ ചെയ്യാം. 23യുടെ സ്ക്വയർ ആയിക്കോട്ടെ. 23യുടെ സ്ക്വയർ എങ്ങനെ ചെയ്യും? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. 23യുടെ സ്ക്വയർ ഫസ്റ്റ് സ്റ്റെപ്പില് 2ന്റെ സ്ക്വയർ എഴുതുക, പക്ഷെ 04 എന്ന് എഴുതണം. അടുത്ത സ്റ്റെപ്പില് 3യുടെ സ്ക്വയർ ആണ് എഴുതേണ്ടത്, പക്ഷെ 09 എന്ന് എഴുതണം. ഇനി 2ഉം 3ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ഉണ്ട്. 2 into 3 6, 6 into 2 12. ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് വേണം 12 എഴുതാൻ. സോ 9 2 5 520. 23യുടെ സ്ക്വയറും 32ന്റെ സ്ക്വയറും ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. മാക്സിമം നമ്പേഴ്സ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയും സ്റ്റെപ്സും കൂടെ ഒഴിവാക്കുക, ഇത്രയും ടൈമും കൂടെ ഒഴിവാക്കുക. ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഒരുപാട് സ്ക്വയേഴ്സ് റിപ്പീറ്റ് ആയിട്ട് പഠിച്ചത് ബൈ ഹാർട്ട് ആക്കണം കേട്ടോ. ക്യൂബ്സും പഠിച്ച് ബൈ ഹാർട്ട് ആക്കണം. അത് വളരെ നിങ്ങൾക്ക് എക്സാമിന് യൂസ് ആവും. ഒരു സെക്കൻഡിൽ ആൻസർ എഴുതാൻ പറ്റുമെങ്കിൽ അതാണ് ബെറ്റർ. ഇത് തന്നെ നമുക്ക് ചെയ്യാൻ ടൈം എടുത്താൽ അത് നമുക്ക് ബെറ്റർ അല്ല.
ഷോർട്ട് ട്രിക്സ് പറയുന്നെങ്കിലും ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കാം. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 43യുടെ സ്ക്വയർ. 43യുടെ സ്ക്വയർ എന്ത് വരും? 4ന്റെ സ്ക്വയർ 16, 3യുടെ സ്ക്വയർ 09 എന്ന് കൊടുക്കുക. 4 into 3 12, 12 into 2 24. 24 ഒരു ഡിജിറ്റ് മാറ്റി എഴുതാം. 9, 4, 8, 1. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് 100 പ്ലസ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് 101 into 102 വന്നാൽ എങ്ങനെ ചെയ്യാൻ പറ്റും, 104 into 105 എങ്ങനെ ചെയ്യാൻ പറ്റും, അതുപോലെ 99 into 98, 97 into 96, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ വീഡിയോ ലെങ്തി ആക്കുന്നില്ല, കാരണം പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ആയിട്ടാണ് വീഡിയോസ് ചെയ്തേക്കുന്നത്. അപ്പം നെക്സ്റ്റ് ക്ലാസ് 3യിൽ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ് 3യിൽ അവൈലബിൾ ആയിരിക്കും. 99 into 98, 101 into 102, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ് 3യിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു, ബൈ.